നമസ്കാരം. ജന്മഭൂമി ദിനപത്രത്തെക്കുറിച്ച് ഞാനായി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജന്മഭൂമി ദിനപത്രത്തെക്കുറിച്ച്. ജന്മഭൂമി ദിനപത്രത്തിൻ്റെ ഓൺലൈൻ ചാനലിന് ഇത് എന്ത് സംഭവിച്ചു? ആ ചാനൽ മറ്റാർക്കോ മറച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. നമുക്കറിയാം ജന്മഭൂമിയെക്കുറിച്ച്. ഹൈന്ദവ ആശയങ്ങളോടും സംഘടനകളോടും ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മലയാളത്തിൽ ഉള്ള പ്രസിദ്ധീകരണമാണ്, ആരംഭിച്ച പ്രസിദ്ധീകരണമാണ്, പത്രമാണ് ജന്മഭൂമി. മാതൃക പ്രജനനാലയം ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ളതും കേരളത്തിലെ കൊച്ചി ആസ്ഥാനവുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. 1975 ഏപ്രിൽ 28 കോഴിക്കോട്ട് ഒരു സായാഹ്ന പത്രമായി ഇത് ആരംഭിക്കുന്നു. 1977 നവംബർ 14 മുതൽ എറണാകുളത്ത് നിന്ന് ദിനപത്രമായി ഇത് പ്രസിദ്ധീകരിക്കുന്നു. നിലവിൽ ഇപ്പോൾ തന്നെ 8 പതിപ്പുകളുണ്ട് ഈ പത്രത്തിന്. എറണാകുളത്ത് നിന്ന് ജന്മഭൂമിയുടെ ഉടമസ്ഥത മാതൃകാ പ്രജനനാലയത്തിന് കൈമാറുകയായിരുന്നു. എറണാകുളത്ത് നിന്നും പത്രം പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ മുഴുവൻ ചുമതലയോടുകൂടി പി നാരായണൻ അന്ന് മാതൃകാ പ്രജനനാലയത്തിൻ്റെ ജനറൽ മാനേജരായി നിയമിതനാകുന്നു. എറണാകുളത്ത് നിന്നും പുനഃപ്രസിദ്ധീകരണം ആരംഭിക്കുമ്പോൾ അവിടെ മുഖ്യ പത്രാധിപരായി അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയിട്ടുള്ള ലോക് സംഘർഷ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷനും സർവോദയ നേതാവുമായിട്ടുള്ള പ്രൊഫസർ MB മന്മഥൻ്റെ പേര് അംഗീകരിക്കപ്പെടുകയായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരായ സത്യാഗ്രഹ സമരം ആരംഭിച്ച നവംബർ 14 പ്രഭാത ദിനപത്രമായി ജന്മഭൂമി എറണാകുളത്ത് നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ വളരെ കാലമായി കേരളത്തിലെ ഹിന്ദുത്വ അഭിമാനികൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഏറ്റവും വലിയ സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. അന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജന്മഭൂമി എത്തിച്ചിരുന്നു. അന്ന് പത്രത്തിൻ്റെ വില എന്ന് പറയപ്പെടുന്ന തീരെ ചെറുതായിരുന്നു. 25 പൈസയായിരുന്നു വില. പരസ്യങ്ങളൊക്കെ അന്ന് വളരെ കുറവുമായിരുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നഷ്ടം വളരെ ഭീമവുമായിരുന്നു. ജീവനക്കാർക്ക് വേതനം നൽകാൻ തന്നെ വളരെ പ്രയാസപ്പെടേണ്ടി വന്ന ഒരു കാലഘട്ടം. ഒരു വർഷമായപ്പോഴേക്കും രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു 77 ശേഷം. ജനതാ പാർട്ടിയിലെ മുൻ ജനസംഘ ഘടകത്തെ പുകച്ച് പുറത്തു ചാടിക്കുവാനുള്ള കുൽസിത ശ്രമങ്ങൾ പല ഭാഗത്തു നിന്ന് ദേശീയ തലത്തിൽ ആരംഭിക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു അത്. പ്രതിഫലനം എന്ന് പറയപ്പെടുന്നത് സംസ്ഥാനത്തും കണ്ടു തുടങ്ങി. നമ്മൾ കേരളത്തിലും അത് അലയടിച്ചു. ജന്മഭൂമിക്കും അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജീവനക്കാർ പക്ഷേ കേവലം വേതനത്തിന് മാത്രമായി ജന്മഭൂമിയിൽ ചേർന്നവരായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതായിരുന്നു ആ പത്രത്തിൻ്റെ വിജയവും. അക്ഷരം ആയുധമാക്കി ഹൈന്ദവ ജനതയെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങളിലൊക്കെ ജന്മഭൂമി അതീവ ജാഗ്രത പുലർത്തി വന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. നമുക്കറിയാം, നിലക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ക്ഷേത്രത്തിന് കേടുവരുത്തിക്കൊണ്ട് അവിടെ കുരിശ് സ്ഥാപിച്ചതടക്കമുള്ള കാര്യങ്ങൾ, അത് മാർത്തോമാ കുരിശാണ് എന്ന് അവകാശപ്പെട്ട് ചിലർ പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ, നീക്കങ്ങൾ നടത്തിയതും അത് വെളിച്ചത്ത് കൊണ്ടുവന്നതുമൊക്കെ ജന്മഭൂമി ദിനപത്രമായിരുന്നു. നിലക്കൽ പ്രക്ഷോഭം കേരളത്തിലുടനീളം ഒരു ആവേശമായി മാറി, വലിയ ആവേശമുയർത്തിയ ഒരു വിപ്ലവമായിരുന്നു. വിവിധ ഹിന്ദു സംഘടനകളും സന്യാസിമാരും അടങ്ങുന്ന ഹിന്ദു ഐക്യവേദിയാണ് അന്ന് സമരത്തിന് നേതൃത്വം നൽകിയത്. അതൊക്കെ ചരിത്രമായി രേഖകളുണ്ട്. അതിൻ്റെ പേരിലൊക്കെ പോലീസ് എറണാകുളത്തും നിലയ്ക്കലുമൊക്കെ ഗുരുവായൂരിലുമൊക്കെ മർദ്ദനം അഴിച്ചുവിടുന്നു. അങ്ങനെ നിലക്കൽ പ്രക്ഷോഭം ജന്മഭൂമിയുടെ പ്രശസ്തി എന്ന് പറയപ്പെടുന്നത് ഉയർത്താൻ സഹായിച്ചു എന്നുള്ളതാണ്. 1984 അവസാനമായപ്പോഴേക്കും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഈ പത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് വന്നു ചേർന്ന് 1984. 1985 ഫെബ്രുവരിയിൽ താൽക്കാലത്തേക്ക് ഇത് നിർത്തിവെക്കാൻ അന്നത്തെ ഡയറക്ടർ ബോർഡ് ഒരു തീരുമാനമെടുക്കുന്നു. 1985 പുതിയ സ്ഥലത്ത് പക്ഷേ ആധുനിക അച്ചടി സംവിധാനം ഉണ്ടാക്കുകയായിരുന്നു പിന്നെ അവർക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെയാണ് ജന്മഭൂമി 1986 ഏപ്രിൽ പുതിയ മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി. പിന്നെ അങ്ങോട്ട് വളർച്ചയുടെ കാലമായിരുന്നു, ചരിത്രമായ കാലം. അടിയന്തരാവസ്ഥ കാലത്ത് പത്രാധിപർ ജയിലിൽ ആയപ്പോൾ പോലും ഈ പത്രം, ജന്മഭൂമി എന്ന് പറയപ്പെടുന്ന പത്രം, വീടാന്തരം RSSൻ്റെ സംഘപ്രവർത്തകർ വീടുകളിൽ കൊണ്ടെത്തിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്തിനധികം നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നു. പത്രം കത്തിപ്പോയ ദിവസങ്ങളുണ്ടായിരുന്നു. അന്ന് പോലും പത്രം പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്തിട്ടുണ്ട് ഈ ജന്മഭൂമി എന്ന് പറയപ്പെടുന്ന പത്രം. അത്രയേറെ സഹനത്തിലൂടെ ജന്മഭൂമി പത്രത്തെ കേരളത്തിലെ RSSകാർ കൈവെള്ളയിൽ വെച്ച് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമായിരുന്നു ജന്മഭൂമി എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഇതിൻ്റെ തലപ്പത്തുള്ള പലരും
പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുകയാണ്. അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം നേരിടുന്നത് എന്ന് പറഞ്ഞാൽ കെ പി യോഹന്നാനുമായി ബന്ധപ്പെട്ടിട്ടാണ്. കെ പി യോഹന്നാനെ നമുക്കറിയാമല്ലോ ഏത് തരത്തിലുള്ള വ്യക്തിത്വമാണ് അദ്ദേഹമെന്ന്. സംഘത്തിൻ്റെ അധികാരികൾ പണം വാങ്ങിയെന്ന ആരോപണം, കെ പി യോഹന്നാനിൽ നിന്ന് പണം വാങ്ങിയെന്നുള്ള ആരോപണം വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ഈ നടന്ന കച്ചവടം, അതായത് ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്നതിൽ പ്രധാനി എന്ന് പറയപ്പെടുന്നത് കെ ബി ശ്രീകുമാർ എന്ന സംഘത്തിൻ്റെ അധികാരിയായ പുതിയ ആളാണ്. പഴയ ഒരു കേരള കോൺഗ്രസ്സുകാരനാണ് ഈ പറഞ്ഞ ആട്ടിൻ തോളിട്ട ചെന്നായ് എന്ന് പറയപ്പെടുന്ന കെ ബി ശ്രീകുമാർ. ഇനി കൂടാതെ ആൾക്കാരുണ്ട്, എഡിറ്റർ എം രാധാകൃഷ്ണൻ, കൂടാതെ തിരുവനന്തപുരത്തെ ഓൺലൈനിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള പി ശ്രീകുമാർ തുടങ്ങിയവരൊക്കെയാണ് ഈ കച്ചവടത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഈ കച്ചവടക്കാർ എല്ലാവരും കൂടി ചേർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 14 ലക്ഷം രൂപയാണ് ജന്മഭൂമിക്ക് അങ്ങോട്ട് നൽകിയാണ് ഈ ജന്മഭൂമി ഓൺലൈൻ ചാനൽ ഇപ്പോൾ കൈക്കലാക്കിയിരിക്കുന്നത് എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഈ കച്ചവടത്തിന് കൂട്ടുനിന്ന ഇന്നത്തെ സംഘ അധികാരികൾ എന്ന് പറയപ്പെടുന്നത്, ഒന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പത്രത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള എം രാധാകൃഷ്ണൻ, പത്രത്തിൻ്റെ ജനറൽ മാനേജറുള്ള കെ ബി ശ്രീകുമാർ, കൂടാതെ പി ശ്രീകുമാർ ഓൺലൈൻ്റെ ചാർജ്, ഇങ്ങനെ ഇവരടങ്ങിയ ത്രിമൂർത്തികളാണ് ഈ ഹൈന്ദവ ആശയങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ജന്മഭൂമി എന്ന് പറയപ്പെടുന്ന പത്രത്തിൻ്റെ ഓൺലൈൻ ചാനലിനെ മറ്റൊരു യൂട്യൂബ് ചാനലിന് വിൽക്കുവാനുള്ള ഒരു സംവിധാനം, ഒരു തന്ത്രം ഒരുക്കിയിരിക്കുന്നത്. എന്തിനാണ് ജന്മഭൂമി എന്ന് പറയപ്പെടുന്ന പത്രത്തിൻ്റെ ഓൺലൈൻ ചാനലിനെ വിൽക്കുവാനുള്ള ആവേശം കാണിക്കുന്നത് ഇന്നത്തെ സംഘാധികാരികൾ? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ RSSുകാർ കൈവെള്ളയിൽ വെച്ച് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് ജന്മഭൂമി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം. ജന്മഭൂമി എന്ന് പറയുന്ന പത്രത്തെ ഹൈന്ദവ ആശയങ്ങളോട് നേരിട്ട് ഇടപെട്ടുകൊണ്ട്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പത്രം, അത് ജനഹൃദയങ്ങളിലേക്ക് കൊണ്ടു നടക്കുവാൻ ഈ RSSുകാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മുൻപേ അറിയാവുന്ന വസ്തുത എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇന്നത്തെ വാർത്ത അതല്ല. പഴയ കേരള കോൺഗ്രസ്സുകാരൻ എന്ന് പറയപ്പെടുന്ന ഇന്ന് വലിയ RSSുകാരനായി തീർന്ന് സംഘ അധികാരിയായി മാറുന്ന കെ ബി ശ്രീകുമാറിനെ പോലുള്ള ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് ഈ കച്ചവടം നടത്തിയത് എന്നുള്ളതാണ് ലജ്ജാകരമാകുന്നത്. ഒരു യഥാർത്ഥ RSSുകാരൻ, ഒരു യഥാർത്ഥ സംഘപ്രവർത്തകൻ ഒരിക്കലും ചെയ്യില്ല ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്നുള്ളത് നമുക്കിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും. ഏകദേശം 14 ലക്ഷത്തോളം രൂപ അങ്ങോട്ട് ഈ കച്ചവടത്തിന് നൽകിയാണ് ഈ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കച്ചവടം നടത്തിയിരിക്കുന്ന നേതാക്കന്മാർ, ഇന്നത്തെ നേതാക്കന്മാർ എന്ന് പറയപ്പെടുന്നത്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം, യഥാർത്ഥ RSS സംഘപ്രവർത്തകർ ഒരിക്കൽ പോലും പണത്തിന് മീതെ പറക്കില്ല. അവർ അങ്ങനെയുള്ള ആ സംഘപ്രവർത്തകരല്ല ഇന്നുള്ളത് എന്നുള്ളത് കൊണ്ടും ഇന്ന് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായിട്ടുള്ള പഴയ കേരള കോൺഗ്രസ്സുകാരന്മാരടക്കമുള്ളവർ ഇന്ന് സംഘപരിവേഷം, RSSൻ്റെ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് അധികാരസ്ഥാനത്തിലേക്ക് എത്തുകയും ആ അധികാരസ്ഥാനത്തിലിരിക്കുന്ന ഇവരൊക്കെ കച്ചവടക്കാർ മാത്രമാണ്, എന്തും കച്ചവടം ചെയ്യാൻ കഴിയുന്നവർ. അങ്ങനെയുള്ള കെ ബി ശ്രീകുമാറിനെ പോലുള്ളവരാണ് ഈ കച്ചവടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള വൃത്തികെട്ട സമീപനങ്ങൾ സ്വീകരിക്കത് ഈ ഹൈന്ദവ ആശയങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന ജന്മഭൂമി എന്ന് പറയപ്പെടുന്ന ദിനപത്രവും അതിൻ്റെ ഓൺലൈൻ ചാനലുമൊക്കെ അതിൽ തന്നെ നിക്ഷിപ്തമായിരിക്കട്ടെ, സംഘപ്രവർത്തകരിൽ തന്നെ നിക്ഷിപ്തമായിരിക്കട്ടെ. അത്തരത്തിൽ തന്നെയാണ് ഉണ്ടാകേണ്ടത്. പകരം മറ്റുള്ളവർക്ക് വിറ്റു തുലയ്ക്കുവാനോ കച്ചവടം നടത്തുവാനോ ഉള്ളതല്ല ഇത് എന്ന് കൃത്യമായ മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. ഈ വാർത്ത ഞങ്ങൾ പുറത്തോട്ട് വിടുന്നത് തന്നെ ഈ ഹൈന്ദവ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ജന്മഭൂമി പോലൊരു പത്രവും അതിൻ്റെ ഓൺലൈൻ സംവിധാനങ്ങളും തകർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ഈ വാർത്ത എത്തിക്കുന്നത്. കച്ചവടം ഇങ്ങനെ പൊടിപൊടിപ്പിക്കുന്ന കെ ബി ശ്രീകുമാറിനെ പോലുള്ളവർ ഇന്ന് ഹൈന്ദവൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ജന്മഭൂമി പത്രത്തിൻ്റെ ഓൺലൈൻ ചാനലിനെ വിൽക്കാൻ കാണിക്കുന്ന ഈ ശ്രമമുണ്ടല്ലോ, നാളെ നടത്താൻ പോകുന്നത് ചിലപ്പോൾ RSSൻ്റെ സ്ഥാപക നേതാക്കന്മാരിലുള്ള ഒരാളായിട്ടുള്ള മോഹൻ ഭാഗവതിനെ ആയിരിക്കും വിൽക്കാൻ പോകുന്നത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചാൽ അതിനെയും നമ്മൾ അതിശയോക്തി എന്ന് പറയേണ്ടതില്ല. കാരണം അത്തരത്തിൽ തരം താണ ഈ കച്ചവട സംവിധാനങ്ങളുള്ളവരാണ് ഈ കെ ബി ശ്രീകുമാറിനെ പോലുള്ളവരെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല.